സുപ്രധാന രാഷ്ട്രീയ നീക്കമാണ് ബി.ജെ.പി. നടത്തിയിരിക്കുന്നത്. 2020 NDAക്ക് ഒപ്പം ചേർക്കാനുള്ള ശ്രമം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. സാബു ജേക്കബുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. വളരെ ആസൂത്രിതമായിട്ടുള്ള നേരത്തെ ചർച്ച കൂടിയാലോചനകളൊക്കെ നടത്തിയതിനു ശേഷമാണ് NDAയിലേക്ക് പോകാനുള്ള ഒരു നീക്കം ഇപ്പോൾ 2020യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. കിഴക്കമ്പലം, കുന്നത്തുനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിർണായക സ്വാധീനമുള്ള 2020യെ NDAയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്ന നിർണായക ചുവടുവയ്പ്പാണ് ബി.ജെ.പിയെ സംബന്ധിച്ച്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, പ്രധാനമന്ത്രി നാളെ എത്തുകയാണ്. രാഷ്ട്രീയ പ്രചാരണങ്ങളിലേക്ക് ബി.ജെ.പി. കടക്കുന്നു അനൌദ്യോഗികമായി നാളെ മുതൽ എന്ന ചർച്ചകൾ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് വളരെ പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്ന ഒരു മുന്നേറ്റമായിരുന്ന 2020 എന്ന കക്ഷിയെ ഒപ്പം ചേർക്കാൻ NDAക്ക് ആകുന്നത്. കൂടിക്കാഴ്ചകൾ എങ്ങനെയാണ് നടന്നത്? എന്തെങ്കിലും ഉപാധിയോടുകൂടിയാണോ സാബു ജേക്കബ് NDAയിലേക്ക് പോകുന്നത്? ദിവസങ്ങൾ മുൻപ് തന്നെ ഇത് സംബന്ധിച്ച ആലോചനകളും ചർച്ചകളും നടന്നിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. എന്തായാലും ഇന്നിപ്പോൾ നിർണായകം ഇന്നൊരു NDAയുടെ യോഗം ചേർന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ചേർന്ന NDA യോഗത്തിൽ AV താമരാക്ഷൻ JSSന്റെ ഭാഗം AV താമരാക്ഷൻ പങ്കെടുത്തിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് നാടകീയമായും ഈ വിവരങ്ങൾ BJPയിൽ നിന്ന് പുറത്തു വരുന്നത്. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും 2020 ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള സാബു ജേക്കബും തമ്മിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വാർത്താ സമ്മേളനം നടത്തും. നാളത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനമാണെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായി BJPയുടെ ഭാഗത്തുനിന്ന് അറിയിക്കാൻ പോകുന്നത് 2020 NDAയുടെ ഭാഗമായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നതാണ്. നമുക്കറിയാം, എറണാകുളം ജില്ലയിൽ 2020യുടെ സാന്നിധ്യം, കിഴക്കമ്പലത്തെല്ലാം 2020യുടെ സാന്നിധ്യം, കുന്നത്തുനാട് 2020യുടെ സാന്നിധ്യം ഇരു മുന്നണികൾക്കും ഭീഷണിയാണ്. മാത്രമല്ല, ഇരു മുന്നണികൾക്കും 2020യുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ UDFന്റെയോ LDFന്റെയോ ഭാഗമായി 2020യെ എത്തിക്കാൻ സാധിച്ചിരുന്നുമില്ല. അതേസമയം തന്നെ NDAക്ക് ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ 2020യെ അവർക്കൊപ്പം നിർത്താൻ സാധിക്കുന്നു എന്നത് രാഷ്ട്രീയമായും BJPയുടെ ഒരു നീക്കം തന്നെയാണ്, നേട്ടം തന്നെയാണ്. കാരണം അത്തരത്തിൽ 2020യുടെ ഒരു സഹകരണം, 2 പഞ്ചായത്തുകൾ അവർ ഭരിക്കുന്നു. മാത്രമല്ല, നിരവധി പഞ്ചായത്തുകളിൽ അവർക്ക് അവരുടെ വോട്ട്, നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് നിർണായകമായ വോട്ടുണ്ട് എന്ന് അവർക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കാലയളവിൽ ഒന്നും തന്നെ BJPയുമായോ UDFുമായോ LDFുമായോ 2020 സഹകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ BJPയുടെ വികസന മുദ്രാവാക്യം എന്നത് ഉയർത്തിക്കാട്ടി അതിന് പിന്തുണയുമായാണ് 2020 NDAയുമായി സഹകരിക്കാൻ തീരുമാനിച്ചതെന്ന് വേണം നാം മനസ്സിലാക്കാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശേഷം അല്പസമയത്തിന് തന്നെ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം തന്നെ 2020 നേതാവ് കൂടിയായ, കോർഡിനേറ്റർ കൂടിയായ സാബു ജേക്കബ് കൂടി പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും NDAയിലുള്ള ഘടകകക്ഷികൾ അവരുടെ കരുത്ത് സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ എവിടെയൊക്കെ അവർക്ക് പറയുമ്പോഴൊക്കെ തന്നെ വലിയ പേരുള്ള അല്ലെങ്കിൽ പ്രശസ്തിയൊക്കെ അവകാശപ്പെടാൻ കഴിയും, അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറയാൻ കഴിയുമെങ്കിലും ഒരു പാർലമെന്ററി രംഗത്ത് പ്രകടനം കാഴ്ചവെക്കുന്നതിൽ മികവ് പുലർത്തിയ ഏതെങ്കിലും കക്ഷികൾ കൂടെയുണ്ടോ, ഒപ്പമുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. പലരും കൊഴിഞ്ഞു പോകുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ നിൽക്കുന്ന സമയത്താണ് നിർണായക ചുവടുവയ്പ് നടത്തുന്നത്. നോക്കൂ, നമുക്ക് അറിയാം, കിഴക്കമ്പലം, ഐക്കനാട്, മഴുവന്നൂർ, കുന്നത്തുനാട് എന്നീ പഞ്ചായത്തുകളിലൊക്കെ തന്നെ നിർണായക സ്വാധീനവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കുന്നത്തുനാട് കൈവിട്ടു പോയെങ്കിലും കിഴക്കമ്പലം തുടക്കമിട്ട കിഴക്കമ്പലമടക്കം നിലനിർത്താൻ കഴിഞ്ഞു. അപ്പോൾ വലിയ ചർച്ചയിലേക്ക് പോകുന്നു. ഈ നീക്കം എന്തുകൊണ്ടും NDA സംബന്ധിച്ച് ഗുണകരമാണ്. ഒപ്പം സാബു ജേക്കബ് വ്യവസായി കൂടിയാണ്. അദ്ദേഹത്തിനും താല്പര്യങ്ങൾ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടി എന്നതിനൊപ്പം തന്നെ ഉണ്ടാകാം. ഉപാധികളൊക്കെ തന്നെ തീർച്ചയായും ഒരുപക്ഷെ ഉപാധിരഹിതമെന്ന് പറയുമ്പോഴും അങ്ങനെയൊക്കെയുള്ള സീറ്റിന്റെ കാര്യത്തിലായാലും അദ്ദേഹത്തിന്റെ ബിസിനസ് സംബന്ധിച്ച് പല സ്റ്റേറ്റുകളിലേക്കൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ പല താല്പര്യങ്ങളും സ്വാഭാവികമായും ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള കൂടിക്കാഴ്ചകളൊക്കെ തിടുക്കപ്പെട്ടുണ്ടായതല്ല. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ പുരോഗമിച്ചു. അങ്ങനെ ഒരു ഒടുവിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നോ? ആ 2020യുടെ NDA സഹകരണം എറണാകുളം ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് NDAക്ക് അല്ലെങ്കിൽ BJPക്ക് നേട്ടമുണ്ടാക്കില്ല. കാരണം 2020 എറണാകുളം ജില്ലയിലെ ചില മണ്ഡലങ്ങളിലാണ് അവരുടെ സാന്നിധ്യവും സ്വാധീനവും.
അതുകൊണ്ട് തന്നെ ഈ ഇത്തരം 2020 NDAയ്ക്കൊപ്പം സഹകരിക്കുന്നു എന്നതിലൂടെ തന്നെ കഴിഞ്ഞ കാലത്തൊന്നും തന്നെ കേരളത്തിലെ രണ്ട് മുന്നണികൾക്കൊപ്പം മുന്നണിയുടെ ഭാഗമായി ഇരിക്കാതിരിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ പക്ഷത്ത് ഭാഗമല്ലാത്ത 2020 NDAയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അതിലൂടെ ഒരു പൊതുബോധം സൃഷ്ടിക്കുക എന്ന് തന്നെയാണ് BJP ഉദ്ദേശിക്കുന്നത്. എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ചും പിന്നെ കേരളത്തിലാകെയും BJP ഉയർത്തുന്ന വികസന മുദ്രാവാക്യത്തിനൊപ്പം തന്നെ കൂടെ നിൽക്കാൻ ഒരുപാട് പേർ തയ്യാറായി വരുന്നു എന്ന സന്ദേശം നൽകുക തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം.